ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം താന്ത്രികപരമായിട്ടുള്ള കരിങ്കുട്ടി സ്വാമിയുടെ ഒരു ധ്യാനവും മൂലമന്ത്രവും. 10 കുറേ 400 കുട്ടിച്ചാത്തന്മാർ എന്ന് പറയുന്ന ആ സമ്പ്രദായത്തിലെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ്, സന്താനമാണ് കരിങ്കുട്ടിസ്വാമി. അപ്പോൾ കരിങ്കുട്ടിസ്വാമി പ്രസാദിച്ചു കഴിഞ്ഞാൽ 10 കുറേ 400 കുട്ടിച്ചാത്തന്മാരും 410 കുട്ടിച്ചാത്തന്മാരും പ്രസാദിക്കും. ഈ കരിങ്കുട്ടിസ്വാമിക്ക് ഒരു കർമ്മം കൊടുത്താൽ സകല ചാത്തന്മാരും അതിൽ അംശിച്ച് കർമ്മം കൈകൊള്ളുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളൂ, ഈ 5 ചാത്തന്മാരിൽ പ്രധാനമായിരിക്കുന്ന ചാത്തൻ കരിങ്കുട്ടിസ്വാമിയാണ്. പ്രധാന ചാത്തന്മാർ 5 പേരാണ്. ആ കരിങ്കുട്ടിസ്വാമിയെ സേവ പിടിക്കുക എന്ന് പറഞ്ഞാൽ, മലബാരത്തിലാണെങ്കിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ട് സേവ പിടിക്കണം. അത് ഒന്നാമത്തെ ആഴ്ചയാണെങ്കിൽ കണ്ണിക്കാലുക്ക് വെള്ളം, പിന്നെ മുട്ടുകാല്, പിന്നെ അരയ്ക്കൊപ്പം, പിന്നെ നെഞ്ചിൻ്റെ അത്ര, പിന്നെ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കണം എന്നൊക്കെയാണ് പണ്ട് കാലത്തുള്ള ആചാരം. അതായത് ഭയമില്ലാതെ സർവസ്വം ഭഗവാന് സമർപ്പിക്കുക. അപ്പോഴാണ് ഈശ്വരനും ആ മനുഷ്യനും ഒന്നാവുന്നത്. അതാണ് ശക്തി. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള സമ്പ്രദായങ്ങളൊന്നും കാണാനില്ല. എന്തായാലും ഇത് ജപേ വിനിയോഗ, ഇഷ്ടേ ജപേ വിനിയോഗ, കാമമോക്ഷ ഫലേ ജപയോഗ എന്നൊക്കെ പറയാതില്ല. അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം മോക്ഷദായകം ജപേ വിനിയോഗം, മോക്ഷദായകമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും ഉപയോഗിക്കാം, എന്തിനും ഉപയോഗിക്കാം. സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് കരിങ്കുട്ടിസ്വാമിയും, അദ്ദേഹത്തിൻ്റെ അംശം തന്നെയാണ് കരിങ്കുട്ടി. ഭദ്രകാളിയും കരിങ്കുട്ടിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി, തർക്കമുണ്ടായി, യുദ്ധമുണ്ടായി എന്നൊക്കെയുള്ള ചരിത്രമുണ്ട്. ഇതിൽ ഭദ്രകാളിക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ പരമേശ്വരൻ്റെ അംശം തന്നെയാണെന്ന്. അപ്പോൾ ആ കഥയിലേക്ക് കടക്കുന്നില്ല. കടന്നു കഴിഞ്ഞാൽ ലെങ്ത് കൂടും വീഡിയോസിൻ്റെ. അത് കാരണം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഈ മന്ത്രം എപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത്? നിങ്ങളുടെ ഇഷ്ട ആവശ്യം അത് എന്തായിക്കോട്ടെ, അത് നിങ്ങൾ സാമ്പത്തികപരമായാവാം, ധനപരമായാവാം, അല്ലെങ്കിൽ വിവാഹ സംബന്ധമായുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമാവാം, ഭാര്യാഭർത്തൃ ആവശ്യങ്ങളെ സംബന്ധിച്ചിട്ടാവാം. എന്തൊരാവശ്യമാണെങ്കിലും ഭഗവാനെ പ്രസാദിപ്പിച്ചാൽ അത് ഫലം കിട്ടും. ഇതിന് എപ്പോഴാണ് നമ്മൾ ഈ സമയം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വെച്ചാൽ, വൈകിട്ട് 7:30 ശേഷമാണ് ഈ കർമ്മം, ഈ ജപം തുടങ്ങേണ്ടത്. ഉത്തമമായ ദിവസം കറുത്തപക്ഷത്തിലാണ് നല്ലത്. കറുത്തപക്ഷത്തിലെ അമാവാസി, കറുത്തവാവിൻ്റെ അന്ന് തുടങ്ങി വയ്ക്കുന്നത് വളരെ വിശേഷമാണ്. ഇതൊരു ഉപാസനാ ചക്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതുമല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന രീതിയിൽ 41 ദിവസം എടുക്കാം, അല്ലെങ്കിൽ ഒരു 21 ദിവസം എടുക്കാം. അത് അവരവരുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം. മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു സിസ്റ്റമുണ്ട്. ഈ കർമ്മം നമ്മൾ എടുക്കുമ്പോൾ മലബാര കർമ്മത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് എടുക്കുന്നതെങ്കിൽ മത്സ്യമാംസാദികളൊക്കെ ത്യജിച്ചുകൊണ്ടായിരിക്കണം ഈ ജപത്തിലേക്ക് കടക്കേണ്ടത്. വൈകിട്ട് 7:30 ശേഷം ഒരു വിളക്ക് കൊളുത്ത, ആ വിളക്കിന് സമീപം നമ്മൾ കരിങ്കുട്ടിയാണെന്ന സങ്കല്പത്തിൽ പൂജകൾ ചെയ്യുക. ജലഗന്ധ ധൂപദീപങ്ങളൊക്കെ അർപ്പിച്ച് പൂജ ചെയ്യുക.
അതിക്ക് മുൻപ് കർമ്മി ജപം, പുണ്യാഹം ഉണ്ടാക്കണം, ഭസ്മം തൊടണം. ഇതൊക്കെ ഞാൻ മുന്നേ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ. അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഭഗവാന് കരിങ്കുട്ടി സ്വാമിക്ക് 21 ആയിക്കോട്ടെ 41 ആയിക്കോട്ടെ, ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, അതല്ല ഉപാസന അല്ല നമ്മളുടെ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ഭഗവാൻ നമ്മൾക്ക് അനുകൂലപ്പെട്ട് നിൽക്കും. ഇപ്പോൾ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ 41 നമ്മൾ വിചാരിച്ചെങ്കിൽ ആ 41 മുൻപേ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ മുടക്കരുത്. ആ 41 വരെ തന്നെ നമ്മൾ തുടരണം. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം കൊടുക്കണം എന്ന് പറയാം. അപ്പോൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം കുക്കുടം മദ്യമൊക്കെയാണ്. അപ്പോൾ ചെത്തുകളിലോ അല്ലെങ്കിൽ ബ്രാൻഡിയോ ഇത്യാദികൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടായില്ല, മദ്യം മാത്രമേ കിട്ടുള്ളൂ, മദ്യം വിൽക്കാം. അല്ലെങ്കിൽ ചിക്കൻ, നാടൻ ചിക്കൻ്റെ കറി ഒരു ദിവസം വേണമെങ്കിൽ വെച്ച് മദ്യമൊക്കെ വയ്ക്കാം. അല്ലെങ്കിൽ അവില്, മലര്, കൽക്കണ്ടം, മുന്തിരിയൊക്കെ വെച്ചിട്ട് മദ്യം വയ്ക്കാം. മദ്യം എന്തായാലും വേണം. വിശേഷാൽ ഈ 41 ദിവസത്തിനുള്ളിൽ ഒരു ശനിയാഴ്ച തോറും മാംസം, അതായത് കോഴി മാംസം വെച്ചിട്ട് നിവേദിക്കാം. ഇവിടെ എന്ത് കൊടുത്താലും നമ്മുടെ മനസ്സിലെ ഭക്തിയാണ് പ്രധാനം. ഈ മന്ത്രം ശരിക്ക് പറയുകയാണെങ്കിൽ താന്ത്രിക കർമ്മത്തിൽപ്പെട്ടതാണ്. ഇതിപ്പോൾ മലബാര കർമ്മത്തിൽ ചെയ്യുന്നതുകൊണ്ടും വേറെ ദോഷങ്ങളൊന്നും വരാനില്ല. മന്ത്രത്തിൻ്റെ ധ്യാനം ഞാൻ ചൊല്ലാം. അതിജലഭജയേ പുഞ്ചഗോഢീരമധ്യ വിവിധൃതശശിഖണ്ഡം തുണ്ടനേത്രപ്രചണ്ഡം ഭുജവിധൃതകപാലം മിത്രദണ്ഡം പ്രവാളി രുഭജിതകളഹാരം ശ്യാമളാശ്യാമമീസേ. ഓം ഹ്രീം കൃഷ്ണകുട്ടി കൃഷ്ണകുട്ടി. ഓം ഹ്രീം ഹുംഫൾ സ്വാഹ. ഇതാണ് ധ്യാനവും മന്ത്രവും. ധ്യാനം ആദ്യം 3 തവണ ചൊല്ലി, പിന്നെ സ്വാമിയുടെ മന്ത്രം 108 തവണ ജപിക്കണം. അതിക്ക് മുൻപായി താന്ത്രിക രീതിയിലാണ് നമ്മളിത് ജപം പിടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതല്ല നമ്മൾ മലബാര രീതിയിലുള്ള കർമ്മങ്ങളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ 41 ദിവസം നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല. ഭഗവാന് വെച്ചിട്ടുള്ള ആ മത്സ്യമാംസാദികളും മദ്യം ആ ഉപാസനയ്ക്ക് ശേഷം കഴിക്കാം. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇതിന് മുന്നോടിയായിട്ട് മാൻമുദ്ര പിടിക്കണം. ഈ 3 വിരലുകൾ പിടിച്ചുകൊണ്ട് ഈശ്വരഷി അനുഷ്ടുപ് ചന്ദഹ ശ്രീ കരിങ്കുട്ടി ദേവത എന്ന് ചൊല്ലണം. ഈ ധ്യാനം 3 പ്രാവശ്യം കഴിഞ്ഞ് 108 തവണ കരിങ്കുട്ടി സ്വാമിയുടെ മന്ത്രം ജപം കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണോ ഇവിടെ ഈ ജപം തുടങ്ങിയത് ആ ആവശ്യം ഒരു 7 തവണയെങ്കിലും ഭഗവാനോട് പറയണം. അതിന് ശേഷം സാഷ്ടാംഗം നമസ്കരിക്കുക. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാറി നിൽക്കണം. 3 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം തെളിച്ച നിവേദ്യം നമ്മൾക്കെടുത്ത് കഴിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, മലബാര കർമ്മങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മത്സ്യമാംസാദികൾ ത്യജിക്കണം. ഭഗവാന് വെച്ചിട്ടുള്ള മത്സ്യമാംസാദികൾ ജപത്തിന് ശേഷം നമ്മൾക്ക് കഴിക്കാം. അതല്ല നമ്മൾ നിത്യജീവിതത്തിലും വെജിറ്റേറിയനാണ് ജീവിക്കുന്നതെങ്കിൽ, വെജിറ്റേറിയനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഭഗവാനും വെജിറ്റേറിയൻ നിവേദ്യം കൈപ്പറ്റും. അത് കഴിഞ്ഞാലും പിന്നെ വെജിറ്റേറിയനെ കഴിക്കാവൂ.
അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു അത് ഈശ്വരന്മാർ കൈപ്പറ്റുമെന്നാണ് വിശ്വാസം. ഇത്രയും അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ എൻ്റെ ഗുരുവിൽ നിന്ന് സമ്പാദിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഈ മന്ത്രങ്ങൾ നിങ്ങൾക്കൊരു ദിവസം കൊണ്ടാണ് ഞാൻ പകർന്നു തരുന്നത്. ഇത് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.